വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ഇന്റർവ്യൂ നടത്തുന്നത് സംബന്ധിച്ചിടത്തോളം പരാതി ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല രക്ഷാകർത്താക്കളെ ഇന്റർവ്യൂ നടത്തുകയാണ്. ഇത് ഒരു തരത്തിലുള്ള ബാലപീഡനമാണ്. 1 മുതൽ 8 വരെയുള്ള 6 വയസ്സ് മുതൽ 16 വയസ്സ് വരെ സൗജന്യവും സാർവത്രികമായ വിദ്യാഭ്യാസം നിയമപരമായി തന്നെ അംഗീകരിച്ച നാടാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. വൻ ഫീസും പല പേരിലുള്ള ഫീസും അധ്യാപകരുടെ ജന്മദിനം പോലുള്ള ദിവസങ്ങളിൽ ചില വിദ്യാലയങ്ങളിൽ കോംപ്ലിമെന്റ്സ് നൽകുന്നതും ഇത് എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. SSLC പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 11ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ തുടങ്ങി. ചില സ്കൂളുകൾ പരീക്ഷ ഒരിക്കലും തുടങ്ങിയില്ല. നമ്മുടെ കേരളത്തിൽ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ്, മറ്റ് പ്രൊഫഷണൽ കോളേജുകൾക്കെല്ലാം ഫീസ് ഏകീകരിച്ചിട്ടുണ്ടല്ലോ ഗവൺമെന്റ്. ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസ കച്ചവടവും ഈ ഗവൺമെന്റ് അനുവദിക്കാൻ വേണ്ടി പോകുന്നില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ നിർദ്ദേശങ്ങളും ഉത്തരവുകളും അനുസരിക്കാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നോട്ടീസ് നൽകി വിശദീകരണം ആവശ്യപ്പെടുന്നതാണ്. രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും പരാതികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേക സംവിധാനം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിൽ ഒരുക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. എന്നടെ എന്താ അവരായി മറ്റേ ടെലഗ്രാം അയക്കും. അവിടെ ഈ ഗ്ലോബൽ സ്കൂളിൽ ഇന്റർനാഷണൽ സിലബസാണ്. അവർ NOCക്ക് വേണ്ടി സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഫയലുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഈ ഞാൻ പറഞ്ഞ രേഖകളുടെ അടിസ്ഥാനത്തിൽ ബാധകമാണ്. അല്ല, നമ്മളിപ്പോ വിദ്യാഭ്യാസ ഡയറക്ടറുടെ എൻക്വയറിക്ക് പോയ അവസരത്തിൽ 2 ആഴ്ചക്കാലം സമയം കൊടുത്ത് നേരിട്ട് ഹാജരാക്കാൻ പറ്റുന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഹാജരാക്കിയില്ലെങ്കിൽ അതിനാവശ്യമായ നടപടി സ്വീകരിക്കും. ആവശ്യമായ നടപടി എന്താ? എങ്ങനെ? അത് CBSEക്കാരാണ് പറയേണ്ടത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നാലും അത് ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു NOC സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് വാങ്ങിയിരിക്കണം. അതങ്ങനെ നടത്താറില്ല. എന്താ? പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. നമ്മളിത് അറിഞ്ഞുകൊണ്ടതിന്റെ വിദ്യാഭ്യാസ ഡയറക്ടർ സംഭവ സ്ഥലത്ത് തന്നെ പോവുകയാണ്. പോയിട്ട് വളരെ ഗൌരവമായിട്ട് തന്നെ ഈ റിപ്പോർട്ട് ഗവൺമെന്റ് കാണുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ വേണ്ടി വരുമല്ലോ. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് ഇന്നിപ്പോ രാവിലെ സംസാരിച്ചു. ഈ വിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി. നിയമാനുസരണം നമുക്ക് ഉള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകാം. കാര്യം നമുക്ക് ഇതിനെ ആവർത്തിക്കപ്പെടാൻ വേണ്ടി പാടില്ലല്ലോ. 26ാമത്തെ നിലയിൽ നിന്നാണ് ഒരു മോൻ ചാടി മരിച്ചിരിക്കുന്നത്. അല്ല, ഞാനത് മെൻഷൻ ചെയ്തതാ, അതൊന്നും ആലോചിച്ചിട്ടില്ല. ഞാനത് മെൻഷൻ ചെയ്ത് അങ്ങനെയുള്ള സംസ്ഥാനമാണല്ലോ നമ്മുടെ സംസ്ഥാനം. അത് ഞാനിപ്പോ പറയുന്നില്ല. എഞ്ചിനീയറിംഗിനും മെഡിക്കൽ കോളേജിനും മറ്റ് പാരാമെഡിസിൻ കോഴ്സുകൾക്കും ഒക്കെ തന്നെ ഗവൺമെന്റ് ഒരു ഫീസ് ഏകീകരിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ഇവിടെ ഒരു ഫീസ് ഏകീകരിച്ചിട്ടില്ല.
ഉറച്ചു അതൊക്കെ നിയമനിർമ്മാണം നടത്തിയത്. അല്ല, അതിന്റെ എല്ലാ സാധ്യതകളും നമുക്ക് നോക്കണം. ഞാൻ അതിലൊരു കാര്യം ചൂണ്ടിക്കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഒന്നാം ക്ലാസ്സിലെ അഡ്മിഷൻ ശരിക്കും ഒരു സ്കൂളിലും ആരംഭിച്ചിട്ടില്ല. നമ്മുടെ എയ്ഡഡ് സ്കൂളുകളിലോ ഗവൺമെന്റ് സ്കൂളുകളിലോ ആരംഭിച്ചിട്ടില്ല. എൻട്രൻസ് പരീക്ഷ ഉണ്ട്. അല്ല, പിന്നെ ബാലാവകാശ നിയമത്തിൽ തന്നെ പറയുന്നല്ലോ അങ്ങനെ കുട്ടികളെ പീഡിപ്പിക്കുവാൻ പാടില്ല എന്നുള്ള വിവരം. അല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരുതരം കുട്ടികളുടെ ഒരു ഒന്നാം ക്ലാസ്സിൽ പിന്നെ ചേരുന്ന കുട്ടി 5 വയസ്സുള്ള മോനായിരിക്കുമല്ലോ. അവനൊരു ഇന്റർവ്യൂ, അവനൊരു പരീക്ഷ എഴുത്തുന്നൊക്കെ പറഞ്ഞ അവൻ 2 ആഴ്ചക്കാലം അവന്റെ വീട്ടിൽ നടത്തുന്ന പ്രയത്നമുണ്ടല്ലോ. എന്തോ എല്ലാം ഉണ്ട്, എല്ലാ പേപ്പറും ഉണ്ട്, എല്ലാം ഉണ്ട്. അതെ, നിങ്ങളുടെ ആരെങ്കിലും മക്കൾ ചേർന്നോ? തൃപ്പൂണിത്തുറ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ മിഹിർ മുഹമ്മദിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ബാലപീഡനമാണ് നടന്നിരിക്കുന്നത്. ഗൗരവമായ നടപടിയിലേക്ക് കടക്കും എന്ന് മന്ത്രി പറയാണ്. ഗ്ലോബൽ പബ്ലിക് സ്കൂൾ NOCക്കായി ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങൾക്ക് മുൻപാകെ പറയുന്നു.